കുന്നത്തുകൽ കൃഷി ഓഫീസിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശ്രീ ആർ ഹരികുമാർ സാറുടെ എത്തിക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. അതിനു മുമ്പ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. നമ്മുടെ നീലകേശി വിദ്യാപീഠത്തിൽ ഔപചാരികതയുടെ പേരിൽ മാത്രം സാറ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ നീലകേശി വിദ്യാപീഠത്തിലെ മക്കൾക്ക് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഉപയുക്തതയെക്കുറിച്ചും കിട്ടിക്കൊണ്ടിരുന്ന ഈ സമയത്ത് 30 മുതൽ 40 ടൺ വരെ ഈ കിഴങ്ങ് മരച്ചീനി നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നെല്ല് 1 ഹെക്ടറിൽ 3 മുതൽ 4 ടൺ കിട്ടുന്ന ഭാഗത്ത് 6 മുതൽ 8 ടൺ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ഉപയോഗിച്ച് നമുക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ കറിവേപ്പ് അല്ലെങ്കിൽ പപ്പായ ഇതൊക്കെ വീടുകളിലുള്ളവർ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഉള്ളവർ ശരി നല്ലൊരു കാര്യമാണ്. കാരണം അതായത് സോയിൽ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടും ഈ വാട്ടരോഗം അതുകൊണ്ടൊന്നും കാണുന്നില്ല. ഇലകളെ കണ്ട നല്ല അരിപ്പോലെ ഇരിക്കും. പക്ഷേ ഈ ഒരു നല്ല ഈ ദേഹത്തൊക്കെ പൊട്ടുള്ള ഒരു ആമ വണ്ട് പോലെ ഒരു വണ്ട്, ചെറിയൊരു വണ്ടായിരിക്കും അല്ലേ, കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. പക്ഷേ ഇലകൾ മൊത്തം എന്ത് ചെയ്യുന്നു, തിന്നു തീർക്കുന്ന ആമ വണ്ട് പോലുള്ള വണ്ട്, കരിച്ച എന്നിവയ്ക്ക് വളരെ ഫലവത്താണ് ബ്യൂവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു കുമിൾ. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വണ്ടുകൾക്കും കരിച്ചകളെയും ഒക്കെ വളരെ ഫലവത്തായി നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾക്ക് പകരം, രാസവളങ്ങൾക്ക് പകരം ജീവാണുവളമാണ് റൈസോബിയം. അതുപോലെ തന്നെ അസറ്റോബാക്ടർ, അസോസ്പൈറില്ല, അസോള നമ്മുടെ നെൽകൃഷികളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോ ചോദിക്കാവുന്നതാണ്.